ഹലോ, നാട്ടിലെത്തിയിട്ട് ആദ്യത്തെ ദിവസം കേട്ടോ. നോർമലി ഞാൻ നാട്ടിലെത്തിക്കഴിഞ്ഞാൽ കുറേ ലേറ്റായിട്ട് എഴുന്നേറ്റില്ല. പക്ഷേ ഇന്നെന്താ നാട്ടിൽ പെട്ടെന്ന് എഴുന്നേറ്റു. പിന്നെ ഒന്ന് എഴുന്നേറ്റ് പുറത്തൊക്കെ വന്നൊന്ന് നോക്കി. പുറത്ത് വന്നൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഒരു സുഖമാണ് രാവിലെ തന്നെ. നല്ല അടിപൊളി ക്ലൈമറ്റാണ്. മഴയൊന്നുമില്ല, പക്ഷേ നല്ലൊരു രസമുള്ളൊരു ക്ലൈമറ്റാണ്. പിന്നെ ജസ്റ്റ് ഒന്ന് കിച്ചണിലോട്ടൊക്കെ ഒന്ന് പോയി നോക്കി. അപ്പോൾ ഇളയമ്മ എഴുന്നേറ്റുണ്ടായിരുന്നു. ഇളയമ്മ കിച്ചണിൽ പണി തുടങ്ങിയായിരുന്നു. നല്ല അടിപൊളി ഉപ്മാവ് ഉണ്ടാക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് അതിൻ്റെ പണിയില്ല. ക്യാരറ്റും ഉള്ളിയൊക്കെ അരിഞ്ഞിടുക. അപ്പം നല്ല അടിപൊളി ഉപ്മാവ് ഉണ്ടാക്കണം. ഇന്ന് ഉപ്മാവാണ് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ്. പിന്നെന്താ നമ്മുടെ കിച്ചണിൽ നിന്ന് ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ പുറത്തേക്ക് നല്ല അടിപൊളി വ്യൂ ഒക്കെ കിട്ടും. പിന്നെ ഞാൻ ഫേസൊക്കെ ഒന്ന് കഴുകാൻ പോയി. ബ്രഷൊക്കെ തേച്ചു, മുഖമൊക്കെ കഴുകി. ഇനി വീണ്ടും കിച്ചണിലോട്ട് ചായക്കുള്ള വെള്ളം വെച്ചു. ചായ ഉണ്ടാക്കി. അത് കഴിഞ്ഞിട്ട് വേണം ഉപ്മാവിൻ്റെ അരിഞ്ഞിട്ട് ഇനിയും തീർന്നിട്ടില്ല. അങ്ങനെ അരിഞ്ഞുകൊണ്ടിരിക്കുക. ക്യാരറ്റൊക്കെ നല്ല കുനുക്കുനാരിയണ്ടേ, അപ്പോഴേ നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ചെറുതായിട്ട് അരിയണം, അപ്പോഴാണ് നല്ല ടേസ്റ്റ് ക്യാരറ്റിനൊക്കെ. അപ്പോൾ ഉപ്മാവിന് നല്ലൊരു ടേസ്റ്റാണ്, നല്ലൊരു ഫ്ലേവർ കിട്ടും. പിന്നെ നല്ല രസമാണ്. ഞാൻ എപ്പോഴും കിച്ചണിൽ വന്ന ഈ 2 ജനലും തുറന്നിടും. അപ്പോൾ നല്ല രസമാണ് പുറത്തേക്ക് നോക്കിയിരിക്കാൻ. പിന്നെ നെയ്ബേഴ്സൊക്കെ പുറത്തൊക്കെ നമുക്ക് കാണാം. അമ്മ അതിൻ്റെ ഇടയിൽ അമ്മ മുറ്റടിച്ച് വരുന്ന പരിപാടിയിലാണ്. അമ്മക്ക് എപ്പോഴും ഫസ്റ്റ് മുറ്റടിച്ച് വരും. പരിപാടി അമ്മയുടെ. അല്ലെങ്കിൽ ഉപ്മാവിൻ്റെ വെള്ളമൊക്കെ തിളച്ചിരുന്നു. ചില ആൾക്കാർ പക്ഷെ വറക്കുമല്ലേ, റവ നന്നായിട്ട് നമ്മൾ വെള്ളം നന്നായി തിളക്കണം. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ റവ ഇടുന്നത് നോർമലി. അപ്പോൾ റവ ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ നന്നായിട്ടൊന്ന് ഇറക്കി കൊടുക്കണം. എന്നാണെന്നുണ്ടെങ്കിൽ അത് കട്ട പിടിച്ചോളിലേക്ക് നമുക്ക് ആ ഒരു ഇത് കിട്ടത്തില്ല, ഉപ്മാവിൻ്റെ ആ ഒരു ഇത് കിട്ടത്തില്ല. അപ്പോൾ നന്നായിട്ട് നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കണം. നന്നായിട്ട് കണ്ടില്ലേ, അടിപൊളിയായിട്ട് ഉപ്മാവ് കിട്ടും. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്ത് ഇങ്ങനെ നമ്മളതിനെ പാകമായിട്ട് എടുത്തു കൊണ്ടുവരണം. ഇല്ലാന്നുണ്ടെങ്കിൽ അത് കട്ട പിടിച്ചു പോകും, പിന്നെ ഒരു ടേസ്റ്റ് ഉണ്ടാകത്തില്ല. നന്നായിട്ട് ഉണ്ടല്ലോ, നന്നായിട്ട് നമ്മളതിനെ മിക്സ് ചെയ്യണം. നിങ്ങളൊക്കെ ഇങ്ങനെയാണോ ഉപ്മാവ് ഉണ്ടാക്കുന്നത്? പല ആൾക്കാർ പല രീതിയിലാണ്. ചില ആൾക്കാർ കടുക് മാത്രം ഇടും, ചില ആൾക്കാർ കടുകും ഉഴുന്നിടും. എനിക്ക് ഉഴുന്നൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ്. നമ്മൾ ആദ്യം തന്നെ കടുക് വറുത്തിടുമ്പോൾ ഉഴുന്നും കൂടെ വറുത്തിട്ട് പിന്നെ നമ്മുടെ ഉള്ളിയും ക്യാരറ്റൊക്കെ വഴറ്റി വെള്ളം തിളപ്പിച്ചു. അത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതിൻ്റെ ഇടയിൽ പാല് കൊണ്ടുവന്നായിരുന്നു. പാല് തിളപ്പിക്കുക. അവൻ ബൂസ്റ്റ് വേണമെന്ന് പറഞ്ഞിട്ട്, പാലിൽ തന്നെ വേണം ബൂസ്റ്റ് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ കിച്ചണിൽ എഴുന്നേറ്റ് അവിടെ വന്നിരിക്കുക. പിന്നെ അവന് വേണ്ടിയിട്ടുള്ള പാലിങ്ങനെ ഞാൻ ചൂടാക്കിക്കൊണ്ടിരിക്കുക. അത് കഴിഞ്ഞിട്ട് അവനും അവൻ്റെ പാപ്പനും കൂടെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുക പുറത്ത്. അത് ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ റെഡിയായി ടേബിളിൽ കൊണ്ടുവച്ചു. ഇനിയിപ്പോൾ എല്ലാവരും വന്നിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കും. അനിയനാണ്, ഹസ്ബൻഡ് അനിയനാണ്. പിന്നെ ഉള്ളത് പിന്നെന്താ എല്ലാവരും കൂടെ പുറത്തിരിക്കുക, ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുക. ബ്രേക്ക്ഫാസ്റ്റ് പിന്നെ എന്താണ് മോനവിടെ കമ്പ്യൂട്ടർ കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവനവിടെ ജസ്റ്റ് നോക്കി അവനവിടെ കഴിച്ചുകൊണ്ടിരിക്കുക. ഞാനും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടോ. നല്ല അടിപൊളി പഴവും ഉപ്പുമാവും അടിപൊളി പാലൊഴിച്ച് സൊസൈറ്റി പോയി വാങ്ങിച്ചു തുടങ്ങാം പാല്. പിന്നെ കുറേ കാലം കൂടിയിട്ട് സൊസൈറ്റിയിലൊക്കെ പോയി കൊണ്ടുവന്ന് പാൽ വെച്ചിട്ട് ചായയൊക്കെ കുടിച്ച് അടിപൊളിയായിരുന്നു ഇന്നത്തെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ. പിന്നെ അത് കഴിഞ്ഞ് ഉച്ചക്കത്തെ പരിപാടി തുടങ്ങാനുണ്ട്. ഓക്കെ, അപ്പോൾ ഉച്ചക്കത്തെ കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ വേറൊരു വീഡിയോയിൽ വരും കേട്ടോ. എന്തൊക്കെയായിരുന്നു ഉച്ചക്ക് ഉണ്ടാക്കി, എന്തൊക്കെയായിരുന്നു ഞങ്ങളുടെ ഇന്നത്തെ ലഞ്ചിനുള്ള കാര്യങ്ങളെന്നൊക്കെ ഞാൻ വരാം കേട്ടോ. ഓക്കെ, ബൈ.